സലാമാൻഡർ പോലുള്ള ചില ജീവികളിൽ കൈയും കാലും ഒക്കെ മുറിഞ്ഞു പോയാലും ആ അവയവങ്ങൾ വീണ്ടും കിളിച്ചു വരും. സലാമാൻഡറിന് അത് സാധിക്കുമെങ്കിൽ മനുഷ്യർക്കും അത് സാധിക്കും. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ സെല്ലുകൾക്കും വീണ്ടും മുറിഞ്ഞുപോയ കൈകളും കാലുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് 2025 പ്രബന്ധം പറയുന്നത്. നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ ഒരു പഠനം നടത്തിയത്. നമ്മുടെ ഇന്ത്യയിൽ കാര്യമായിട്ട് സലാമാൻഡറിനെ നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അരണയുടെ രൂപമാണ്. സലാമാൻഡറിൻ്റെ ശരീരത്തിനുള്ളിലുള്ള റെറ്റിനോയിക് ആസിഡാണ് അതിൻ്റെ കൈയും കാലുമൊക്കെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. റെറ്റിനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് വൈറ്റമിൻ എയുടെ ഒരു രൂപമാണ്. സലാമാൻഡറിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമാണ് മുറിഞ്ഞു പോകുന്നതെങ്കിൽ അവിടെ കൂടുതലായിട്ട് റെറ്റിനോയിക് ആസിഡ് ഉണ്ടാകണം. കൂടുതലായിട്ട് റെറ്റിനോയിക് ആസിഡ് ഉണ്ടെങ്കിൽ ഷോൾഡർ കിളിച്ചു വരും. ഇനി കൈയുടെ ഭാഗത്താണ് മുറിഞ്ഞു പോകുന്നതെങ്കിൽ അവിടെ റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറവായിരിക്കണം. കുറവാണെങ്കിൽ ആ അവയവം വീണ്ടും കിളിർത്തു വരും. മുറിഞ്ഞു മാറുന്ന അവയവം അനുസരിച്ച് സലാമാൻഡറിന് അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അതിനവയെ സഹായിക്കുന്നത് ഒരു എൻസൈമാണ്. CYP26B1 എന്നാണ് ആ എൻസൈമിൻ്റെ പേര്. ഉദാഹരണത്തിന് ഒരു സലാമാൻഡറിൻ്റെ കൈയുടെ ഭാഗം മുറിഞ്ഞു പോയെന്ന് കരുതാം. ആ കൈയുടെ ഭാഗം വീണ്ടും കിളിർത്തു വരാനായി അവിടെ റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറവായിരിക്കണം. അവിടെയുള്ള അളവ് കുറയ്ക്കാനായി CYP26B1 എന്ന എൻസൈമിന് സാധിക്കും. കൂടുതലായിട്ട് ആ എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ആ എൻസൈം അവിടെയുള്ള റെറ്റിനോയിക് ആസിഡിനെ ഇല്ലാതെയാക്കും. കൈയുടെ ഭാഗത്ത് റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറയുമ്പോൾ സെല്ലുകൾക്ക് അതൊരു ഇൻഫർമേഷനാണ് നൽകുന്നത്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് സെല്ലുകൾ അവിടുത്തെ മുറിവ് ഉണക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്, മറിച്ച് അത് പുതിയതായിട്ട് അവിടെ കൈ ഉണ്ടാക്കിയെടുക്കും. 2025 ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഈ ശാസ്ത്രപ്രബന്ധം അനുസരിച്ച് വളരെ രസകരമായിട്ടുള്ളൊരു പരീക്ഷണമാണ് ഗവേഷകർ നടത്തിയത്. അതിനുവേണ്ടി അവരൊരു സലാമാൻഡറിനെ തിരഞ്ഞെടുത്തു. കൈയും കാലുമൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സലാമാൻഡറിനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം കൈയുടെ ഭാഗത്തേക്കുള്ള എൻസൈമിൻ്റെ ഒഴുക്കിനെ അവർ ബ്ലോക്ക് ചെയ്തു. കൈയുടെ ഭാഗത്തേക്ക് എൻസൈമുകൾ കൂടുതലായിട്ട് വരാതെ ആയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കൂടി നിന്നു. റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കൈയുടെ ഭാഗത്ത് കൂടുതലാണെങ്കിൽ അവിടെയുള്ള സെല്ലുകൾക്ക് അതൊരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്, കൂടുതലായിട്ട് കൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. പക്ഷേ ഓൾറെഡി അവിടെ കൈ ഉണ്ട്. ശരിക്കും സെല്ലുകളൊന്ന് കൺഫ്യൂസ്ഡായി. പക്ഷേ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസവും അവിടെ നടന്നു. ആ സെല്ലുകൾ പുതിയതായിട്ട് ഒരു കൈ കൂടി ഉണ്ടാക്കിയെടുത്തു. ഓൾറെഡി കൈയുണ്ട്, ആ കൈ കൂടാതെ അഡീഷണലായിട്ട് ഒരു കൈ കൂടി ഉണ്ടാക്കിയെടുത്തു. ഇതെങ്ങനെയാണ് ശരിക്കും മനുഷ്യർക്ക് പ്രയോജനമാകുന്നത്?